നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ജമ്മു കാശ്മീരിൽ BSF സംഘത്തെ ആക്രമിച്ച പാക് ഭീകരൻ പിടിയിൽ. വന്നത് ഇന്ത്യയോട് പ്രതികാരം ചെയ്യാനെന്ന് ഏറ്റുമുട്ടലിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. സ്കൂളിലെ സ്ഫോടനത്തിൽ ഒരു കുട്ടി മരിച്ചു. അതിർത്തിയിൽ പാക് സൈന്യത്തിന്റെ വെടിവെപ്പ്. കറാച്ചിയിൽ വസീം അക്രമത്തിന് നേരെ ആക്രമണം. ഭൂപതിവ് ചട്ടത്തിലെ വിവാദ ഭേദഗതി കെ മാണിയുടെ നിർദ്ദേശപ്രകാരം എന്ന രേഖകൾ. ഭൂപരിധി 4 ഏക്കർ ആക്കണമെന്നാവശ്യപ്പെട്ടതും മാണി. വാർത്ത മാണി നിഷേധിച്ചു. ഉത്തരവിറക്കിയത് ആരുടെ നിർദ്ദേശപ്രകാരം എന്ന് വ്യക്തമാക്കാതെ മുഖ്യമന്ത്രി. 4 നഗരസഭകളുടെ രൂപീകരണം ഹൈക്കോടതി റദ്ദാക്കി. കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരണത്തിന് അംഗീകാരം. തനിക്കെതിരായ പ്രമേയം തടയണമെന്ന എജിയുടെ ആവശ്യം അഭിഭാഷക അസോസിയേഷൻ തള്ളി. മധ്യപ്രദേശിലെ ഹാർദയിൽ ട്രെയിനുകൾ പാളം തെറ്റി 28 മരണം, 50 പേർക്ക് പരിക്ക്. ട്രാക്കിൽ വെള്ളം ഇരച്ചു കയറിയത് അപകട കാരണമെന്ന് റെയിൽവേ. എംപിമാരുടെ സസ്പെൻഷനിൽ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ്. പാർലമെന്റ് വളപ്പിൽ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ധർണ. രാജ്യസഭ ഇന്നും സ്തംഭിച്ചു. സ്പീക്കറെ വിമർശിച്ച് ശത്രുഘ്നൻ സിൻഹ. വിശദമായി വിവാദമായ ഭൂപതിവ് ചട്ട ഭേദഗതി മുന്നോട്ട് വെച്ചത് ധനമന്ത്രി കെ മാണി എന്ന രേഖകൾ. ഇടുക്കി ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മാണി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. യോഗത്തിന്റെ മിനിറ്റ്സിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിട്ടു. എന്നാൽ വാർത്ത കെ മാണി നിഷേധിച്ചു. ഇടുക്കി ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ 2012 മെയ് 9 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. പെരിഞ്ചാംകുട്ടി മേഖലയിലെ പട്ടയ പ്രശ്നവും യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു. ഈ യോഗത്തിൽ വെച്ചാണ് ഇപ്പോൾ വിവാദമായ ചില നിർദ്ദേശങ്ങൾ കെ മാണി മുന്നോട്ട് വെച്ചത്. പെരിഞ്ചാംകുട്ടി പദ്ധതി പ്രദേശത്തെ കർഷകർക്കും കൈവശക്കാർക്കും 4 ഏക്കർ വരെയുള്ള ഭൂമി പതിച്ചു നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും ഇതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞതായി അന്നത്തെ യോഗത്തിന്റെ മിനിറ്റ്സിൽ വ്യക്തമാക്കുന്നു. കൂടാതെ സർക്കാർ നൽകുന്ന പട്ടയഭൂമി 25 വർഷത്തേക്ക് മറിച്ചു വിൽക്കരുതെന്ന വ്യവസ്ഥ നീക്കണമെന്നും മന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ വിവാദമായ ഉത്തരവിൽ പറഞ്ഞിരുന്നതുപോലെ 2005 ജൂൺ 1 വരെയുള്ള കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത നൽകണമെന്ന് മന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നതായി മിനിറ്റ്സിലില്ല. ഒരു പ്രദേശത്തെ പട്ടയ പ്രശ്നത്തെ സംബന്ധിച്ചാണ് മാണി നിർദ്ദേശം നൽകിയിരുന്നതെങ്കിലും എല്ലാ ജില്ലകളിലും ഇത് പ്രാവർത്തികമാക്കിയാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നത്. അതേസമയം 2005 വരെയുള്ള കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത നൽകണമെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് ധനമന്ത്രി കെ മാണി വ്യക്തമാക്കി. വെറും തെറ്റിദ്ധാരണാജനകമാണ്. ഒരിക്കലും 2005 മുമ്പുള്ള കൃഷിക്കാർക്ക് പതിച്ചു കൊടുക്കണമെന്നല്ല പറഞ്ഞത്. റിപ്പോർട്ടർ തിരുവനന്തപുരം. ഭൂപതിവ് ചട്ടത്തിലെ ഭേദഗതി ആരുടെ നിർദ്ദേശപ്രകാരം രൂപപ്പെട്ടു എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ മുഖ്യമന്ത്രി ഇന്നും തയ്യാറായില്ല. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു. 2005 അടിസ്ഥാന തീയതിയാക്കാനുള്ള നിർദ്ദേശം കെ മാണിയുടേതാണോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമില്ല എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഭൂമി പതിവ് ചട്ടത്തിലെ വ്യവസ്ഥ ഭേദഗതി ചെയ്ത് 2005 ജൂൺ 1 അടിസ്ഥാന തീയതിയാക്കിയത് എങ്ങനെ എന്ന വാർത്താലേഖകരുടെ ചോദ്യത്തിന് എല്ലാം റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു നൽകിയത്. ഇക്കാര്യം ടെലിവിഷനിൽ വന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ സമീപിച്ചപ്പോൾ തനിക്ക് വേണ്ടത്ര അറിയില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നെ എന്റെ ഓഫീസ് മുറിക്കകത്ത് കയറി ഇത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ടത്ര അതില്ല, നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ ഈ പറയുമ്പോഴാണ് ധനമന്ത്രിയാണ് മുൻകൈയെടുത്തത് എന്ന വാർത്ത ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം അതിനില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു പശ്ചാത്തലവും ഇല്ല, ഉള്ളത് ഇതൊക്കെ തന്നെയുള്ളൂ. നിയമവകുപ്പിന്റെ പരിശോധന ഉണ്ടായിരുന്നോ എന്നതിനും മറുപടിയില്ല. ഞാനതിൻ്റെ റവന്യൂ മന്ത്രി ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കൂടുതലായിട്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും. റവന്യൂ മന്ത്രി ഈ ഫയൽ എങ്ങനെ രൂപപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. പിൻവലിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പം പറയേണ്ടത് പറഞ്ഞു. ഇത് ക്യാബിനറ്റിൽ വരേണ്ട സംഗതിയല്ല. ഭേദഗതി നേരത്തെ തന്നെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതാണ്. നിങ്ങൾ കണ്ടില്ല എന്നേ ഉള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതെല്ലാം പ്രസിദ്ധീകരിച്ച നിങ്ങളത് കണ്ടില്ലെന്ന് മാത്രമേ. റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സി ദിവാകരൻ, അജയ് തറയിൽ, റോയ് കെ പൗലോസ്, ജോസഫ് എം പുതുശ്ശേരി, ഒപ്പം തന്നെ ഹരീഷ് വാസുദേവൻ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ ഉണ്ടാവുക. ആദ്യം ശ്രീ ജോസഫ് എം പുതുശ്ശേരി, എൻ്റെ കയ്യിലുള്ള മിനിറ്റ്സിൽ കെ മാണിക്ക്
ഈ ഒരേക്കർ എന്നുള്ളത് 4 ഏക്കർ ആക്കണമെന്നുണ്ടായിരുന്നു. സമയപരിധിയിൽ കുറച്ചുകൂടി ഇളവ് നൽകണം എന്നുണ്ടായിരുന്നു. അതുപോലെ 25 വർഷത്തേക്ക് വിൽപ്പന പാടില്ല എന്ന നിർദ്ദേശത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ടായിരുന്നു. പെരിഞ്ചാംകുട്ടിക്ക് വേണ്ടി മാത്രമാണിത് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കാനാവുമോ? പിന്നെ നികേഷ് മിനിറ്റ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംസാരിക്കുന്നതെങ്കിൽ അല്ലാതെ അത് വിശ്വസിക്കാനുള്ള ന്യായം എന്താണ് എന്ന് എന്നോട് പറയണം. ആ മിനിറ്റ്സിൽ പദ്ധതി പ്രദേശത്തെ കർഷകർക്ക് 4 ഏക്കർ വരെ ഭൂമി നൽകുന്നതിന് ആവശ്യമായെങ്കിൽ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന് നടപടികൾ സ്വീകരിക്കാമെന്ന് ധനമന്ത്രി അഭിപ്രായപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു ഘട്ടത്തിൽ ഇതിനാവശ്യമായ നിയമനിർമ്മാണം അതിന് ആദ്യത്തെ ഭാഗം കൂടെ വായിക്കാട്ടെ. അല്ലല്ല നികേഷ്, അങ്ങനെ നികേഷ് എന്റെ കയ്യിൽ ആ മിനിറ്റ്സിന്റെ കോപ്പി ഇരിപ്പുണ്ട്. 1/1/77 മുമ്പ് എന്ന് പറയുന്ന ഭാഗം എന്താണ് അങ്ങ് വായിക്കാതെ പോകുന്നത്? അതെന്താ വായിക്കാത്തത്? കയ്യിലിരിക്കുന്ന കടലാസ് അത്രമാത്രം ദുരൂഹത സൃഷ്ടിച്ചിട്ട് കാര്യമുണ്ടോ? എന്റെ കയ്യിൽ ഇരിക്കുന്നു ആ കടലാസ്. ഏത് ഭാഗമാണ് വായിക്കണം എന്ന് പറഞ്ഞാട്ടെ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇല്ല, ശ്രീ ജോസഫ് എം പുതുശ്ശേരി, താങ്കൾക്ക് ന്യായം എന്ന് തോന്നുന്ന ഭാഗം ഒന്ന് വായിക്കുക. എന്റെ കയ്യിലുള്ള ഭാഗം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് ഒരേ മിനിറ്റ്സ് ആണ്, 2 മിനിറ്റ്സ് ഉണ്ടാകില്ലല്ലോ. അതിൽ പറയുന്നത് 1/1/77 മുമ്പായി കുടിയേറിയിട്ടുള്ളവർക്കും പട്ടയം നൽകണമെന്ന നിർദ്ദേശം യോഗത്തിലുണ്ടായി. ഇടുക്കി 10 പ്രദേശങ്ങളിലും ഇത്തരം പട്ടയം അപേക്ഷകൾ ഉണ്ടായി. പട്ടയം നൽകുന്നതിന് 93-ലെ വന നിയമമാണോ 64-ലെ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് 2005-ലെ ഭേദഗതി നിയമം വീണ്ടും ഭേദഗതി ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. തുടരെ വന്നിട്ടുള്ള മാറ്റങ്ങൾ സംസ്ഥാനമെമ്പാടുമുള്ള ഭേദഗതിയായി രൂപപ്പെട്ടോ, അത്രയും പറഞ്ഞാൽ മതി. അല്ല, അതിൽ വളരെ ക്ലിയറാ. നികേഷിന് അതിനകത്ത് വേറെ എന്തെങ്കിലും പിന്നെ വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് അതിനോട് ഉത്തരം പറയേണ്ട കാര്യമില്ല. ഈ മിനിറ്റ്സിൽ നികേഷ് വായിച്ചിരിക്കുന്ന ഈ മിനിറ്റ്സിൽ 1/1/1977 മുമ്പായി കുടിയേറിയിട്ടുള്ളവർക്ക് പട്ടയം നൽകണമെന്ന നിർദ്ദേശത്തെ സംബന്ധിച്ചാണ് അതിനടിയിൽ പറഞ്ഞിരിക്കുന്നത് 3-ാം പേജിൽ. 4-ാം പേജിൽ വീണ്ടും പറയുന്നു, വൈദ്യുതി പദ്ധതിക്കായി ഏറ്റെടുത്തതും പിന്നീട് ഉപേക്ഷിച്ചതുമായ പ്രദേശങ്ങൾ 1/1/77 മുമ്പ് കൈവശം വെച്ചിരിക്കുന്നവർക്ക് 4 ഏക്കർ ഭൂമി വീതം 93-ലെ വന നിയമപ്രകാരമാണോ അതോ 64-ലെ കേരള ഭൂമി പതിവ് ചട്ടപ്രകാരമാണോ നൽകേണ്ടതെന്ന കാര്യത്തിൽ വിശദമായ ചർച്ചയ്ക്കും തീരുമാനത്തിനും അവിടെയും 2005-ലെ ഭേദഗതി നിയമം വീണ്ടും ഭേദഗതി ചെയ്യേണ്ടി വരുമെന്ന് കെ മാണി പറഞ്ഞതായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ ഇരിക്കട്ടെ, ഇതിപ്പോൾ കെ മാണിയാണോ അല്ലെങ്കിൽ അടൂർ പ്രകാശാണോ ഉമ്മൻചാണ്ടിയാണോ എന്നത് സംബന്ധിച്ച് വ്യാപകമായ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് നിൽക്കൂ ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ച് ചോദിച്ചിട്ടും മാധ്യമപ്രവർത്തകർ തുടരെ ചോദിച്ചിട്ടും എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫയൽ രൂപപ്പെട്ടത്, എങ്ങനെയാണ് ഈ ചട്ടം ഭേദഗതി ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമെടുത്തത്, ഉയർത്തിക്കാണിക്കാൻ ഒരു പരാതിയെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം ആവർത്തിച്ച് ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി പറയുന്നത് ഇന്നലെ റവന്യൂ മന്ത്രി അക്കാര്യത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഒരക്ഷരം പോലും എനിക്ക് പറയാനില്ല എന്നാണ്. ഇന്നലെ റവന്യൂ മന്ത്രി എന്താണ് പറഞ്ഞത്? സതുദ്ദേശപരമായ തീരുമാനമാണ്. വലിയ കള്ളത്തരം പുറത്തു വന്നപ്പോൾ അത് സതുദ്ദേശപരമാണെന്ന് മാത്രം പറഞ്ഞ് എങ്ങനെയാണ് രക്ഷപ്പെടാനാവുക? അതവിടെ നിൽക്കട്ടെ. പക്ഷെ കെ മാണിയെ ഇതിൽ കുടുക്കാൻ വേണ്ടി ഇന്ന് രാവിലെ 10:20 ഞങ്ങളുടെ കയ്യിൽ ഈ ഡോക്യുമെൻ്റ് വന്നത്. താങ്കൾ പണ്ട് കെ മാണിക്കെതിരെ ബാർ കുംഭകോണ വിഷയത്തിൽ ഒരു പരാതി എഴുതി കൊടുത്തിരുന്നല്ലോ. സുകേശനുമായി റിപ്പോർട്ടർ ചാനൽ ഒത്തുകളിച്ചിട്ടാണ് പല രേഖകളും പുറത്തു വരുന്നത് എന്ന്. ഇങ്ങനെ ഒരു രേഖയും ഞങ്ങളാണ് ഇന്ന് രാവിലെ 10:20 പുറത്തുവിട്ടത്. അതിൻ്റെ പിന്നിൽ ആരാണ് എന്നാണ് ശ്രീ ജോസഫ് എം പുതുശ്ശേരി താങ്കൾ അനുമാനിക്കുന്നത്? അത് സ്വാഭാവികമായും അങ്ങേക്ക് അന്വേഷിക്കാമല്ലോ. ഒളിക്യാമറ പിന്നെ ദൃശ്യങ്ങളടക്കമുള്ളത് വെച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം നടത്തുന്ന താങ്കളും താങ്കളുടെ ടിവിയും അല്ലെങ്കിൽ താങ്കൾക്ക് പണ്ട് അനുമാനം ഉണ്ടായിരുന്നു. വിജിലൻസുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വരുമ്പോൾ ശ്രീ ജോസഫ് എം പുതുശ്ശേരി താങ്കൾക്ക് ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞ അനുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അനുമാനങ്ങളില്ലേ? ഇവിടെ പ്രധാന കുറ്റവാളി ഉമ്മൻചാണ്ടിയും അടൂർ പ്രകാശുമാണ് എന്ന നിലയിൽ വാർത്തകൾ വരുമ്പോൾ പെട്ടെന്ന് കെ മാണിയെ ആ ചക്രത്തിനുള്ളിൽ പെടുത്താൻ ആര് ശ്രമിക്കുന്നു?
അല്ല പിന്നെ നികേഷ്, ഇതിനൊന്നും അത്തരം വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകണ്ട. ഇതിന്റെ പിന്നിൽ ഒരു കുസൃതിയുണ്ട്. ആ കുസൃതി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. കാരണം സ്വാഭാവികമായി ഇങ്ങനെ ഒരു നിയമ ഇടുക്കിയിൽ മാത്രം 50,000 മുതൽ 70,000 വരെ കൈവശ ഭൂമിക്ക് പട്ടയം കിട്ടും. പോരാത്തതിന് ഇന്നലെ കയ്യേറിയതും 2005 മുൻപാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിയും. അത് മാത്രമല്ല, കയ്യേറ്റം പിന്നീട് സാധൂകരിക്കപ്പെടുമെന്നതിനാൽ ഏത് കാലഘട്ടത്തിലും കയ്യേറ്റം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു തീരുമാനം വരുന്നത് ഒരു കുസൃതിയാണോ? അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ലല്ലോ. ആ തീരുമാനം പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. കേരളത്തിൽ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ട് അത് പിൻവലിച്ചു എന്ന് പറയുന്നത് ആ തെറ്റിൽ നിന്ന് ആ തീരുമാനമെടുത്തവരെ മോചിപ്പിക്കുന്നുണ്ടോ? ശ്രീ ജോസഫ് എം പുതുശ്ശേരി, താങ്കളല്ല അതിന് ഉത്തരം പറയേണ്ടത്. ശ്രീ അജയ് തറയിൽ, നാണമില്ലേ? കേരളത്തെ ആകെ പറ്റിക്കാൻ നോക്കിയിട്ട് പിടിക്കപ്പെട്ടപ്പോൾ ഞങ്ങളത് ഒറ്റ രാത്രി കൊണ്ട് പിൻവലിച്ചില്ലേ എന്ന് പറഞ്ഞു പോകാൻ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നികേഷ് ഇപ്പൊ ഞാൻ പറയാതെ നികേഷ് തന്നെ പറഞ്ഞോണ്ടിരുന്നല്ലോ. അജയ് തറയിലാണല്ലോ KPCCയുടെ വക്താവ്. KPCC പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല, UDF പറഞ്ഞിട്ടില്ല, മന്ത്രിസഭ പറഞ്ഞിട്ടില്ല, നിയമസഭ പറഞ്ഞിട്ടില്ല. നികേഷിന് ബാർക്കോഴ നിങ്ങളുടെ കള്ളത്തരം, നിങ്ങളുടെ അഴിമതി അത് പൊളിച്ചടുക്കുക എന്നുള്ള അജണ്ട എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ അഭിമാനമേ ഉള്ളത്. ഇതെന്തൊരു കള്ളത്തരമാണ്, ഇതെന്തൊരു കള്ളത്തരമാണ് ശ്രീ ജോസഫ് എം പുതുശ്ശേരി. താങ്കൾ പറയൂ, ഒരു കർഷക പാർട്ടിയുടെ നേതാവല്ലേ ശ്രീ ജോസഫ് എം പുതുശ്ശേരി? ഇടുക്കി ജില്ലയിലെ ഏതാണ്ട് എല്ലാ ഭൂമിയും ഒറ്റ രാത്രി കൊണ്ട് കൊള്ള ചെയ്യാനുള്ള ഒരു തീരുമാനമിറക്കിയിട്ട് എനിക്ക് അജണ്ടയുണ്ടെന്ന്. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ഞങ്ങൾ നിന്ന് തരണം എന്നാണ് നികേഷ് വിചാരിക്കുന്നതെങ്കിൽ അത് നടപ്പില്ല എന്ന് വിനയപൂർവ്വം. രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് അഴിമതിയെയും കൊള്ളയെയും എതിർക്കുക എന്നുള്ളത്. എൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് ശ്രീ ജോസഫ് എം പുതുശ്ശേരി. ഇത്രയും വലിയ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കണം എന്നാണോ പറയുന്നത്? ഒരു ഉത്തരവിലൂടെ, ഒരു ഭേദഗതിയിലൂടെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ അവിടെ കുറെ ഭൂമി ഇങ്ങനെ പരന്നു കിടക്കുന്നുണ്ട്, അതെല്ലാം സർക്കാരിൻ്റെതാണ്, എന്നാൽ അടിച്ചു മാറ്റിക്കളയാമെന്ന് പറഞ്ഞ ഒരു ഭേദഗതി കൊണ്ടുവരിക. എന്നിട്ട് മാധ്യമങ്ങൾ അത് പുറത്തു വിടുമ്പോൾ പറയാം എന്നാൽ പിന്നെ ഞങ്ങളത് പിൻവലിച്ചോളാം, ഇതോടെ പ്രശ്നം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന ഗവൺമെന്റാണ് ഈ നാട്ടിൽ. ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് ഞങ്ങൾ എത്രയോ തവണ വ്യക്തമാക്കി. അനുകൂലിക്കുന്നില്ല, ഞങ്ങളുടെ പുറത്തോട്ട് കയറുന്നത് അതാണ് പറഞ്ഞ ആ അജണ്ട ഞങ്ങളുടെ മേൽ ചേർത്തണ്ട. അത് പിന്നെ ആരുടെ അജണ്ടയാണെന്ന് തുറന്നു പറയാനുള്ള നട്ടല് ജോസഫ് എം പുതുശ്ശേരിക്കുണ്ടോ? അത് പിന്നെ ആരുടെ അജണ്ടയാണെന്ന് പറയാനുള്ള നട്ടല് ജോസഫ് എം പുതുശ്ശേരിക്കുണ്ടെങ്കിൽ ഇപ്പൊ പറയും. വേണ്ട, നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. നാളെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിക്ക് മുഴുവനായി ഞാൻ കേരളത്തിൽ സുതാര്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ്. എന്നെ ആളുകൾ വിലയിരുത്തിക്കോളും. ശരി, ഇനി അജയ് തറയിൽ പറയും. അജയ് തറയിൽ നാണമുണ്ടോ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ഇന്ന് 10 ചോദ്യങ്ങൾ വന്നു. 10 ചോദ്യങ്ങൾ ഏറ്റവും കുറഞ്ഞത്. എന്ത് ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഭേദഗതി ഉണ്ടായത്? ആരാണ് ഇതിൻ്റെ പിന്നിലെ ഗുണഭോക്താക്കൾ? ഈ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു മറുപടി നൽകേണ്ടേ? നാണവും മാനവും ഉളുപ്പും ഇപ്പോഴെങ്കിലും ശ്രീ ഉമ്മൻചാണ്ടിക്കും ഈ ഗവൺമെൻറ്റിനും ഉണ്ട് എങ്കിൽ, ഉമ്മൻചാണ്ടി തൻ്റെ സ്വന്തം ആഫീസിൽ 24 ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ, 2 ആഴ്ച മാത്രം കാലാവധിയുള്ള ഒരു ക്യാമറ. അതാണോ സുതാര്യത? ഈ പറയുന്ന കേരളത്തിലെ വനഭൂമി, റവന്യൂ ഭൂമി കൊള്ളയടിക്കുന്ന നിങ്ങളാണോ യഥാർത്ഥത്തിൽ ഈ സുതാര്യതയെക്കുറിച്ച് പറയുന്നത്? നികേഷേ, നിങ്ങൾ നിഴലിനോടാണ് യുദ്ധം ചെയ്തത്. ഇവിടെ ഈ ഗവൺമെന്റ് ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി കേരളത്തിലെ റവന്യൂ ഭൂമികൾ അന്യാധീനപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് പിൻവലിച്ചു. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയമതിനകത്തുണ്ട്. 1971 ഇങ്ങനെ ഒരു ഫയൽ രൂപപ്പെട്ടത് എങ്ങനെ എന്ന് പറയാനുള്ള ഒരു ഇച്ഛാശക്തി അങ്ങെങ്കിലും കാണിക്കണം ശ്രീ അജയ് തറയിൽ.
അല്ലെങ്കിൽ കേരളത്തിൽ ഈ നീതി നടപ്പാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ് പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫയൽ രൂപപ്പെട്ടത് എങ്ങനെയെന്ന് പറയണം. മുഖ്യമന്ത്രിയോട് അതാണ് ഞാൻ പറഞ്ഞത്, ആവർത്തിച്ച് ചോദിക്കുകയാണ് ഇന്ന് വാർത്താലേഖകർ. മുഖ്യമന്ത്രി എല്ലാവരെയും രക്ഷപ്പെടുകയാണ്. രൂപപ്പെട്ട ഒരു ഫയൽ നികേഷ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നികേഷ് വികാരപരമായി സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടെ ഒരു നിയമം കൊണ്ടുവന്നു, ആ നിയമം തിരുത്തി, അത് പിൻവലിച്ചു. അത് പിൻവലിക്കാൻ നിങ്ങൾ ആരുമല്ലല്ലോ ഇറങ്ങിയത്, കോൺഗ്രസ് പാർട്ടിയല്ലേ, KPCC പ്രസിഡന്റ്. ഇത് പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടായത്. ഇത് പ്രതിപക്ഷം പുറത്തേക്ക് കൊണ്ടുവന്നതല്ല, നിങ്ങൾ ഐ ഗ്രൂപ്പുകാർ പുറത്തേക്ക് കൊണ്ടുവന്നല്ല, ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ് ഈ ഫയൽ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഈ ഫയൽ പുറത്തു കൊണ്ടുവന്നപ്പോൾ എന്താണ് കഴിഞ്ഞ ദിവസം ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞത് മാധ്യമ യോഗത്തിൽ എന്നറിയാമോ താങ്കൾക്ക്? ഇത് ജൂൺ 1 വന്നതാണ്, നിങ്ങൾ ഇപ്പോഴല്ലേ അറിയുന്നത് എന്നാണ്. ജൂൺ 1 വന്നതിന് ശേഷം ജൂലൈയിൽ ധനാഭ്യർത്ഥന ചർച്ച നടന്നപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി പോലും അറിഞ്ഞില്ല. പിന്നീട് അവസാനം ഗസറ്റിൽ നിന്ന് ഇത് തപ്പിയെടുത്ത് മാധ്യമപ്രവർത്തകർ നടത്തുമ്പോൾ 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾ പിൻവലിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇന്നലെ റവന്യൂ മന്ത്രിയും ഇന്ന് മുഖ്യമന്ത്രിയും കളിയാക്കുകയാണ്, നിങ്ങളിത് ഇപ്പോഴല്ലേ അറിയുന്നത്, ഞങ്ങളിത് ജൂൺ 1 കൊണ്ട് 1.5 മാസം വൈകിയത്. 1.5 മാസം വൈകിയത് അറിഞ്ഞില്ലെങ്കിലോ? ഇതാ നേരത്തെ തണ്ണീർത്തട ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ വഴിക്ക് പോകുന്നു, അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തെടുക്കാനും കഴിയുന്നു. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. വലിയ കൊള്ള ശ്രീ അജയ് തറയിൽ. നികേഷ്, ഇത് വർത്തമാനം പറഞ്ഞ് വികാരപരമായി പറയേണ്ട ഒരു കാര്യമല്ല. ഈ ഗവൺമെന്റ് കൊള്ളക്ക് കൂട്ടുനിന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് ഗവൺമെന്റ് കൊണ്ടുവന്നതല്ലേ, ഗവൺമെന്റ് കൊണ്ടുവന്നതല്ലേ. ഈ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ ഞാൻ ഒറ്റ കാര്യം, ഞാൻ വികാരപരമാവുന്നില്ല. വൈകാരികം തന്നെയാണ് ഈ വിഷയം എന്നുള്ളത് കൊണ്ട് എനിക്ക് വികാരം വരും. പക്ഷെ ഞാൻ വികാരം അടക്കി നിർത്താൻ ശ്രമിക്കാം. ശ്രീ അജയ് തറയിൽ, സാധാരണഗതിയിൽ ഒരു ഫയൽ രൂപപ്പെടുമ്പോൾ ഇതാ ഇന്ന കർഷകൻ അല്ലെങ്കിൽ ഇന്ന കർഷക സംഘടന അല്ലെങ്കിൽ ഇന്ന സാമൂഹ്യ സംഘടന ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, അടിസ്ഥാന തീയതിയായി 2005 ജൂൺ 1 ആക്കണം എന്ന്. അങ്ങനെ ഒരു പേപ്പർ ചൂണ്ടിക്കാണിക്കാൻ ഇന്നലെ റവന്യൂ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിയല്ലോ, ഇന്നലെയും ഇന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം നടത്തിയല്ലോ. ഇവർക്ക് രണ്ടുപേർക്കുമില്ല. ഒരു കർഷകനും കർഷക സംഘടനയും പോട്ടെ, ഏതെങ്കിലും ഒരു സഭ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു സഭയും ആവശ്യപ്പെടാത്ത, ഒരു സാമൂഹ്യ സംഘടനയും ആവശ്യപ്പെടാത്ത, ഒരു കർഷക സംഘടനയും ഒരു കർഷകനും ആവശ്യപ്പെടാത്ത ഒരു കാര്യം എങ്ങനെ ഒരു ഫയലായി ഭേദഗതിയായി മാറ്റപ്പെട്ടു? ഗവൺമെന്റിന് ഫയൽ ഒറിജിനേറ്റ് ചെയ്യാം. ഗവൺമെന്റിന് ഒരു ഫയൽ ഒറിജിനേറ്റ് ചെയ്യാം. ആരെങ്കിലും അപേക്ഷ കൊടുക്കണം എന്ന് പറയുന്ന വാദഗതി ശരിയല്ല. ഗവൺമെന്റ് ഫയൽ ഒറിജിനേറ്റ് ചെയ്യാം. ആ ഒറിജിനേറ്റ് ചെയ്തത് ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞു സതുദ്ദേശത്തോടു കൂടിയാണ്. പറഞ്ഞുകൂടെ ഉമ്മൻചാണ്ടിക്കും അടൂർ പ്രകാശിനും ഈ വിധത്തിലാണ് ഈ ഫയൽ രൂപപ്പെട്ടത്. അതായത് ഇത്രയധികം കർഷകരുണ്ട്, ആ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് 2005 അടിസ്ഥാന തീയതി ആക്കേണ്ടി വന്നു എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണം എന്തുകൊണ്ട് റവന്യൂ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകാനാകുന്നില്ല? നികേഷ്, ആ ചോദിക്കുന്നതിന് യാതൊരു ഉത്തരവും കിട്ടില്ല. കാരണം ഈ ഗവൺമെന്റ് നടപടികൾ പല സമയത്തും ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ്. കോൺഗ്രസിന്റെ നയം എന്ന് പറയുന്നത് 1/1/1977. അതിനു മുമ്പുള്ള അടിസ്ഥാന തീയതി വന്നത്. ഈ തീരുമാനം ആരുടേതാണ്? അതുകൊണ്ടാണ് കെ.എം. മാണിയുടെ മിനിറ്റ്സ് എടുത്ത് ഞാൻ പറയുന്നത്. കെ.എം. മാണി മിനിറ്റ്സിൽ പറയുന്നുണ്ട് 2005 ഭേദഗതി നിയമം വീണ്ടും ഭേദഗതി ചെയ്യുമെന്ന്. കെ.എം. മാണിയുടേതാണോ? കെ.എം. മാണി നിയമമന്ത്രിയാണല്ലോ. ഈ നിയമം ഭേദഗതി ചെയ്യാനുള്ള അവകാശവും അധികാരവും കെ.എം. മാണിയിൽ നിക്ഷിപ്തമാണ്. താങ്കൾ പറയുക അങ്ങനെയാണെങ്കിൽ കെ.എം. മാണിയാണ് എന്ന്. കാരണം കെ.എം. മാണിയിൽ ജോസഫ് എംബുശ്ശേരിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പഴയ ഒരു MP-യുടെ കാര്യത്തിലും കെ.എം. മാണിയുടെ മരുമക്കളുടെ കാര്യത്തിലും ഒക്കെ തന്നെയും മൂന്നാറിൽ അവർക്ക് ഭൂമിയുണ്ട്. അവരെയൊക്കെ തന്നെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന 2005 ജൂൺ 1 എന്ന തീയതി പുറത്തേക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്.
അത് നിങ്ങളുടെ നിഗമനങ്ങൾ, മാധ്യമ നിഗമനങ്ങൾ. ഈ ഫയലിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും രഹസ്യമല്ല, പരസ്യമാണ്. സെക്രട്ടേറിയറ്റിനകത്ത് ഈ ഫയൽ ഒറിജിനേറ്റ് ചെയ്തത് മുതൽ ഈ ഇന്നലെ വരെ ഈ ഫയലിൽ പോയ മുഴുവനും വഴികളും ആർക്ക് കണ്ടുപിടിക്കാം? നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഞങ്ങളോട് പറയൂ, ജനങ്ങളോട് പറയൂ. ഇതിൽ തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. നിങ്ങൾ പറയൂ. ശ്രീ സി ദിവാകരൻ, അല്ലാതെ കാരണം പുറത്തിറങ്ങിയ ഭേദഗതി ഉത്തരവാണിത്. ജൂലൈയിൽ ധനാഭ്യർത്ഥന ചർച്ച നടന്നിരുന്നു, നിങ്ങളൊന്നും അറിഞ്ഞില്ല. ഇത് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് കോൺഗ്രസിലെ വലിയ ഉൾപിരിവുകളിൽപ്പെട്ട് പെട്ടെന്ന് ഉമ്മൻചാണ്ടിക്ക് അത് പിൻവലിക്കേണ്ടി വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ KPCC അറിഞ്ഞിട്ടില്ല, UDF അറിഞ്ഞിട്ടില്ല, KPCC പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല, അവരുടെ സർക്കാർ പാർട്ടി ഏകോപന സമിതി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് മന്ത്രി 5 മണിക്ക് എന്നെ വന്നു കാണൂ എന്ന് പറയുന്നു. 4 മണിക്ക് അടൂർ പ്രകാശിനോട് മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ് അത് പിൻവലിച്ചേക്ക് എന്ന്. നിങ്ങൾക്കൊരു റോളും ഇല്ലേ ഈ രാജ്യത്ത്? ഞങ്ങളുടെ റോള് ശക്തമായിട്ടുള്ള നിർവഹിച്ചിട്ടുണ്ട് റോള്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ അടൂർ പ്രകാശ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇത് നിയമസഭയിൽ കൊണ്ടുവന്നില്ല, സബ്ജക്റ്റ് കമ്മിറ്റിയിൽ ആലോചിച്ചില്ല, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ല. ഞാൻ ഇത് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു, ഫയൽ റൂട്ട് ചെയ്തു, ഫയൽ എല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആരോപണം ഉന്നയിച്ചവർക്ക് മറുപടി ഉണ്ടെങ്കിലും മാന്യത കരുതി ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അവിടെയുണ്ട് ഇത് റോയ്ക്കെ പൗലോസ്. നമുക്ക് റോയ്ക്കെ പൗലോസിലേക്ക് വരാം, താങ്കൾ തുടരുക. അതൊന്ന്. 2, നികേഷ് ചോദിച്ച് പ്രതിപക്ഷത്തിൻ്റെ പങ്കെന്ന്. ഞങ്ങൾ പങ്ക് നിർവഹിക്കാത്തതുകൊണ്ടാണോ ഇതെല്ലാം പുറത്ത് പതുക്കെ വരുന്നത്? ഇതിലാദ്യം പ്രതികരിച്ചതാരാ? TN പ്രതാപൻ, VM സുധീരൻ, VD സതീശൻ, ഇടുക്കിയുടെ DCC പ്രസിഡന്റ്. ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഭൂസ്വാമിമാർക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാണിയുടെ പങ്ക് എന്താണെന്ന് വ്യക്തമായല്ലോ. മാണിയെപ്പോലെ ഒരാൾ കേരളത്തിലെ മന്ത്രിയായിരിക്കുന്നത് ഒരൊറ്റ കാര്യം അദ്ദേഹം സത്യം പറയില്ല എന്ന് അദ്ദേഹം വളരെ വാശിക്കാരനാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണമല്ല, ഭരണത്തിൻ്റെ മോക്കറിയാണ്. ഇത് അവർ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ശരി, നെൽവയൽ നികത്തലായാലും തണ്ണീർത്തട നികത്തലായാലും തോട്ടം മേഖലകളിലെ 25% ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ വരുത്തിയിട്ടുള്ള ഭേദഗതി, 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ ഭേദഗതി, അത് ഈ സമ്മേളനത്തിലല്ലേ ശ്രീ സി ദിവാകരൻ നടന്നത്? നിങ്ങൾ എന്താണ് എതിർക്കാതെ പോയത്? അതും ഈ പറയുന്ന എന്താ നികുതി ചർച്ചക്കിടയിൽ ഇതിൻ്റെയൊക്കെ തുടർച്ചയാണിത്. അതെ, ഞങ്ങളൊരു തീരുമാനമെടുത്തിരുന്നു. മാണിയുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലും ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചു. മാണിയെ ബഹിഷ്കരിച്ച ആദ്യത്തെ നിയമസഭാ സമ്മേളനമാണ്. കെ മാണിക്കും എന്തൊക്കെയാണോ ചെയ്തെടുക്കാനുള്ളത് ചെയ്തെടുക്കുക. ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും ലജ്ജാകരമായ രീതിയിൽ പകൽ കൊള്ള നടത്തുന്നവരാണ് അവർ എന്ന് കണ്ടെത്താൻ ഞങ്ങൾ ഇപ്പോഴും വൈകിയിരിക്കുകയാണ്. ഭരണഘടന സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിൻ്റെ സ്വത്ത്, കേരളത്തിൻ്റെ സമ്പത്ത്, കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിയും അതിൻ്റെ റവന്യൂ മന്ത്രിയും കൂടി അടിച്ചു മാറ്റി സ്വന്തക്കാർക്ക് കൊണ്ടുപോകുന്ന ഞങ്ങൾ ഈ രാജ്യത്ത് വിശ്വസിക്കണോ? ഇത് കായംകുളം കൊച്ചുണ്ണി അടിമ ഇത്തിക്കര പക്കിമാരാണോ വിചാരിക്കാനേ പറ്റൂ. ശ്രീ സി ദിവാകരൻ, ബഹിഷ്കരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയമായിരുന്നു. അതുകൊണ്ട് ഒരു നിയമത്തിൽ വെള്ളം ചേർക്കുകയോ ഭേദഗതി വരുത്തിയോ ഗവൺമെൻറ് പോയി കളഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് അതൊന്നും കേരളത്തിൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ദയവായി തുടരുക. ശ്രീ റോയ്ക്കെ പൗലോസ്, 2000 അല്ലെങ്കിൽ 90 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ മൂന്നാർ മേഖലയിലെ ഏക്കർ കണക്കിന് ഭൂമി വ്യാജ പട്ടയങ്ങൾ ചമച്ച് കയ്യേറിയെന്ന് ADGP രാജൻ മധേക്കറുടെ റിപ്പോർട്ടുണ്ട്. അത് സുപ്രീം കോടതി അടക്കമുള്ള വ്യത്യസ്ത കോടതികളിൽ നൽകിയിട്ടുള്ളതാണ്. ആ ഭൂമി ഈ പറയുന്ന കയ്യേറ്റക്കാർക്ക് നേടിക്കൊടുക്കുക,
പത്തനംതിട്ട മേഖലയിലുള്ള വലിയ ക്വാറികൾ നിയമവിധേയമാക്കുക, ആ ഭൂമി കയ്യേറ്റക്കാർക്കും ക്വാറി ഉടമകൾക്കും നേടിക്കൊടുക്കുക, ഇതായിരുന്നില്ലേ ഈ ഉത്തരവിൻ്റെ ലക്ഷ്യം? ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മാണി സാറിൻ്റെ പങ്കെന്തോ വ്യക്തമാക്കുന്നു എന്നുള്ള നിലയിൽ ഇന്നിപ്പോൾ ഒരു മിനിറ്റ്സ് പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാം, അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് തെറ്റിദ്ധാരണ അതിൻ്റെ അകത്തുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന മിനിറ്റ്സ്, ആ മിനിറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട അവിടെ താമസിക്കുന്ന കർഷകർക്ക് പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ മിനിറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. അതിലൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, 1 ഏക്കർ എന്നുള്ളതിന് പകരം 4 ഏക്കറായി ഭൂമിയുടെ പരിധി വർദ്ധിപ്പിച്ചു കൊടുക്കണം പട്ടയം കൊടുക്കുമ്പോൾ. അത് വിശദാംശങ്ങളാണ്. രണ്ട്, അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ട ഈ മാണി സാറിനെ നമ്മൾ ആരും സംശയിക്കുന്നില്ല എന്ന് തന്നെ കൂട്ടിക്കോളൂ. പക്ഷേ എങ്കിൽ പോലും ഈ ഫയലിന് പിന്നിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാകണമല്ലോ. ഉമ്മൻചാണ്ടി ഇന്ന് മൗനം പാലിക്കുകയാണ്. റവന്യൂ മന്ത്രി പറയുകയാണ് അതിൽ സതുദ്ദേശം മാത്രമേ ഉള്ളൂ, ഒരു വലിയ കള്ളക്കടത്ത് നടത്തിയിട്ട് അതിൽ സതുദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ഇനിയും പലതും സംശയിക്കാനുണ്ട്. മാണി സാറിനെ നമുക്ക് വിടാം, എല്ലാ കേസിനും മാണി സാറിനെ തന്നെ നമ്മൾ ശ്രീ ജോസഫ് എം പുതുശ്ശേരി പറഞ്ഞത് ശരിയാണ്. അതിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ അജണ്ടയാണോ? കൂസുറുതി എന്ന വാക്കാണ് ഞാൻ ചോദിക്കുന്നത്. ആരാണ് ഇതിന് പിന്നിൽ? അതിൻ്റെ ലക്ഷ്യം പറഞ്ഞോട്ടെ ഞാനത് പറഞ്ഞോട്ടെ. ഈ കാര്യമാണേലും പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് ആശയക്കുഴപ്പം തോന്നിയിട്ടുണ്ട്. മാണി സാറിനെ വിട്ടു. കേൾവിക്കാർക്ക് അറിയത്തില്ല എന്റെ വസ്തുത എന്നാന്നുള്ളത്. ഈ മിനിറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിച്ചുള്ള എല്ലാ കാര്യവും 2015 ജനുവരി മാസം ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളതാണ്. അതനുസരിച്ച് 1 ഏക്കർ 4 ഏക്കർ ആക്കിയിട്ടുണ്ട്. 25 വർഷത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള നിയമവ്യവസ്ഥ ഭേദഗതി ചെയ്ത് ആ കിട്ടുന്ന ഭൂമി വിൽക്കാനുള്ള നിയമമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2015 ഫെബ്രുവരി മാസം 2-ാം തീയതി രാജാക്കാട് 2268 കർഷകർക്ക് പട്ടയം നൽകിയിട്ടുള്ളത്. അത് ഈ ജില്ലയിലെ ജനങ്ങൾ മുഴുവൻ ആവശ്യപ്പെട്ടിട്ടുള്ള, ഏകകണ്ഠമായി ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമനുസരിച്ചാണ്. അതുകൊണ്ട് ഈ മിനിറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരോടും ചോദിക്കാതെ, ആർക്കാണ് ഗുണമെന്ന് കാണാതെ, എത്ര പേർ ഇതിന്റെ പരിധിയിൽ വരും എന്ന് മനസ്സിലാക്കാതെ, അവർ ഏത് വിഭാഗക്കാരാണ് എന്ന് തിരിച്ചറിയാതെ, എത്ര ഭൂമി അങ്ങനെ കൊടുക്കേണ്ടി വരും എന്ന നിഗമനത്തിലെത്താതെ ഈ ഭേദഗതി എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഇടുക്കി DCCയുടെ അഭിപ്രായം എന്താണ്? അല്ല, ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, എന്ത് ഇത്തരമൊരു അസാധാരണ ഗസറ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഈ ഗസറ്റ് അനുസരിച്ചൊരു നിയമ നടപടികൾ ഈ നാട്ടിലുണ്ടായാൽ സംഭവിക്കാവുന്ന ചില ഭവിഷ്യത്തുകളെ സംബന്ധിച്ചാണ് ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് പരിശോധിച്ചത്. ഇങ്ങനെ ഒരു ഉത്തരവ് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ, ഈ ഭേദഗതി നടപ്പായിരുന്നുവെങ്കിൽ റവന്യൂ മന്ത്രിയായിട്ട് സംസാരിച്ചതാണ്. കർഷകരായിരിക്കുമോ? ഞാനൊന്ന് പറയാൻ സമ്മതിക്കുക. ഞാനൊന്ന് പറയാൻ സമ്മതിക്കുക. ഞാൻ ഇന്നലെയും ഈ വിഷയം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുമായിട്ട് സംസാരിച്ചതാണ്. ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് സാന്നിധ്യത്തിലാണ് സംസാരം നടന്നത്. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജില്ലയിൽ നടക്കുന്ന പട്ടയ വിതരണ നടപടികളിൽ കർഷകർക്ക് കൂടുതൽ ഉപാധിരഹിത പട്ടയം നൽകുന്നതിന് ഇത്തരമൊരു ഉത്തരവ് സഹായകരമാകുമെന്ന് ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ നൽകിയ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയത് എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ അത് സത്യമായിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്കതിനെ സംബന്ധിച്ച്. ശ്രീ ഹരീഷ് വാസുദേവൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 1977 കുടിയേറി പാർത്ത, അതിനു മുമ്പ് കുടിയേറി അവരുടെ ഭൂമി മക്കൾക്കോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കോ വേർതിരിച്ചു കൊടുക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടാകും. ആ ഭൂമി ഒരാളുടെ കൈവശം എത്തുകയാണെങ്കിൽ അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് വെക്കണം. അതാണ് 2005 ജൂൺ 1 എന്ന നിലയിലാണ് ദുർബലമാണെങ്കിൽ പോലും ഏകവാദമുള്ളത്. ആ വാദം നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് മാത്രമല്ല, അത് കോമൺ സെൻസ് ഉള്ള യുക്തി അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല. 1/1/77 എന്ന വനഭൂമിയുടെ കാര്യത്തിലും റവന്യൂ ഭൂമിയുടെ കാര്യത്തിൽ 1971 ഓഗസ്റ്റ് 1 എന്നതാണ് കട്ട് ഓഫ് ഡേറ്റ്. ഈ രണ്ട് ഡേറ്റുകളുടെ മുമ്പിലും ഭൂമി
കയ്യേറിയിട്ടുള്ള പിന്നീട് കുടിയേറ്റമായി അംഗീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ഭൂമി കൊടുക്കാൻ തീരുമാനിച്ചാൽ, ആ വ്യക്തികൾ മരിച്ചാൽ സ്വാഭാവികമായിട്ടും അവരുടെ ലീഗൽ ഹെയേഴ്സ്, അവരുടെ മക്കളാകാം, മരുമക്കളാവാം, ആരാണോ അവരുടെ പിന്തുടർച്ച അവകാശി, അവർക്ക് ഭൂമി കിട്ടും. ഇക്കാര്യത്തിൽ ഒരു കർഷകന് പോലും ഇടുക്കിയിൽ അതിന്റെ പേരിൽ ഭൂമി കിട്ടാതിരുന്നിട്ടില്ല. ഉണ്ടെങ്കിൽ ശ്രീ റോക്കി പലോസോ ഇടുക്കി ജില്ലയിലെ MPയോ MLAമാരോ പരാതി പറയണം. എന്റെ അറിവിലോ നിയമസഭയുടെ റെക്കോർഡ്സ് പരിശോധിച്ചാലോ അങ്ങനെ ഒരു ഭേദഗതി ആവശ്യമുണ്ട് എന്ന് ഒരാളും ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ ഒരാൾക്കും പട്ടയം കിട്ടാതിരുന്നിട്ടില്ല. ഇനി ആരെങ്കിലും ഭൂമി ട്രാൻസ്ഫർ ചെയ്തു പോയാൽ യഥാർത്ഥ ഉടമയ്ക്ക് ആ ഭൂമി കിട്ടുകയും അദ്ദേഹം നേരത്തെ നടത്തിയ ട്രാൻസ്ഫർ ലീഗൽ ആവുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം വാദഗതികൾ അടിസ്ഥാനരഹിതമാണ്. അത് കടലാസിന്റെ വില പോലും ഇല്ലാത്ത വാദഗതികളാണ്. അതുകൊണ്ടാണ് ഒരു കാരണവുമില്ലാതെ ഇത് ഉമ്മൻചാണ്ടി നിയമസഭയുടെ ഓട് പൊളിച്ച് നിയമസഭയിൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ ഓട് പൊളിച്ച് അവിടെ ഒരു ക്യാബിനറ്റ് മന്ത്രിസഭ ഉണ്ടാക്കുകയോ ചെയ്തതല്ല. ഒരു കാര്യവുമില്ലാതെ, ആരും പറയാതെ ഒരു ഫയൽ അങ്ങനെ രൂപപ്പെടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭേദഗതി ഉത്തരവുണ്ടാകുമെന്നോ വിശ്വസിക്കാൻ എന്ത് ന്യായമാണ് ശ്രീ ഹരീഷ് വാസുദേവനുള്ളത്? തീർച്ചയായിട്ടും ഈ സർക്കാർ വന്നതിന് ശേഷം ചെയ്ത മറ്റ് നിരവധി പരിപാടികൾ നമ്മൾ പരിശോധിക്കണം. നികേഷ്, ഒരു സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത് റൂൾസ് ഓഫ് ബിസിനസിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ ബന്ധപ്പെട്ട വകുപ്പുകളിലും രൂപപ്പെടുന്ന ഫയലുകൾ, ഓരോ നിയമത്തിന്റെ പിതാവുണ്ട്. ആ നിയമം ഇപ്പൊ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ഒരു കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റും കൃഷി വകുപ്പുമാണ്. അങ്ങനെ ഓരോ നിയമത്തിനും ഓരോ കസ്റ്റോഡിയൻ ഉണ്ട്. ആ കസ്റ്റോഡിയന് മാത്രമേ ഫയൽ ഒറിജിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യം കഴിഞ്ഞ 45-50 വർഷത്തെ റൂൾസ് ഓഫ് ബിസിനസ് പാടെ അട്ടിമറിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഫയലുകൾ രൂപപ്പെടാൻ തുടങ്ങി. അതാണ് റിപ്പോർട്ടർ ചാനൽ ആദ്യം പുറത്തു കൊണ്ടുവന്നത് 2 വർഷം മുമ്പ്. നികേഷ് ഓർക്കുന്നുണ്ടാവും. അതായത് വ്യവസായ വകുപ്പ് ആദ്യമായി റവന്യൂ വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും കീഴിലുള്ള നിയമം അട്ടിമറിക്കാനുള്ള ഫയൽ രൂപപ്പെടുത്തി. അത്തരത്തിൽ നിരവധി കള്ളത്തരങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷം കൊണ്ടുവന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്, ആർക്കു വേണ്ടി ഫയൽ രൂപപ്പെട്ടു, എവിടെ ഫയൽ രൂപപ്പെട്ടു? നികേഷെ, നമ്മൾ ജീവിക്കുന്നത് വിവരാവകാശ നിയമം പാസ്സായ ഒരു രാജ്യത്താണ്. വിവരാവകാശ നിയമത്തിന്റെ പേരിൽ തലപൊക്കി പിടിച്ച് വർത്താനം പറയുന്ന ശ്രീ VM സുധീരൻ ഉൾപ്പെടെയുള്ള ശ്രീ നമ്മുടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ സെക്ഷൻ 6 പ്രകാരം ഞാനോ നികേഷോ ആവശ്യപ്പെട്ടാൽ നാളെ ഈ ഫയൽ തുറന്നു കാണിക്കണം. ഞാൻ ഈ പൊതു കേരളത്തിലെ സമൂഹത്തോട് ആവശ്യപ്പെടുകയാണ്. മാധ്യമപ്രവർത്തകർ തിരുവനന്തപുരത്ത് ഒരു യോഗം ചേർന്ന് നാളെ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഈ ഫയൽ കാണണമെന്ന് ആവശ്യം ഉന്നയിച്ചാൽ വകുപ്പ് 6 പ്രകാരം ആ ഫയൽ കാണിക്കാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. അത് കാണിക്കാൻ തയ്യാറാവില്ല എന്ന് ഞാൻ എഴുതി വെച്ചു തരുന്നു. നേരത്തെ ക്യാമറയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ 15 ദിവസം കഴിഞ്ഞ് മാഞ്ഞു പോകുന്ന ക്യാമറകൾ പോലെ ഈ ഫയലിലെ പല രേഖകളും മായ്ച്ചു കളഞ്ഞതിന് ശേഷമേ ഈ ഫയൽ പുറത്തുവിടൂ. അത് വ്യക്തമാകുന്നതാണ് നേരത്തെ നികേഷ് പറഞ്ഞതുപോലെ രാജൻ മധേക്കർ കമ്മിറ്റി റിപ്പോർട്ടിലെ കയ്യേറ്റങ്ങളും അതിനുശേഷം വന്നിട്ടുള്ള 2005 എന്ന വകുപ്പിന്റെ പ്രത്യേകതയും. സുപ്രീം കോടതിയിൽ ഞങ്ങൾ കൊടുത്ത കേസിലാണ് രാജൻ മധേക്കർ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യമായി വെളിച്ചം കാണുന്നത്. 10 വർഷം കഴിഞ്ഞിട്ട് കേരളം ഭരിച്ച പ്രതിപക്ഷവും ഭരണകക്ഷിയും LDFും UDFും അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ MP വക്കച്ചൻ മറ്റത്തിൽ കയ്യേറ്റക്കാരുടെ ലിസ്റ്റിലുണ്ട്. മന്ത്രി മാണിയുടെ ബന്ധു കയ്യേറ്റക്കാരുടെ ലിസ്റ്റിലുണ്ട്. സുപ്രീം കോടതി വിധി പറയുന്നുണ്ട്. എന്തുകൊണ്ട് നടപടിയില്ല? പാലായിലെ വൻകിട കയ്യേറ്റക്കാർ ഈ പശ്ചിമഘട്ടത്തിൽ വനം കയ്യേറിയതിന് മറുപടിയുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിച്ചിട്ട് ഇന്നേ വരെ സർക്കാർ ആ തീരുമാനം നടപ്പാക്കാൻ, രാജൻ മധേക്കർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ, കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ നടപടിയെടുത്തില്ല. അവിടെയാണ് 2005 വരെയുള്ള കയ്യേറ്റക്കാരെ സാധൂകരിക്കുന്ന ഉത്തരവിറങ്ങുന്നത്. ഒരു ചാപിള്ളയായ ഒരു കുട്ടി ജനിച്ചിട്ട് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പോലും ഈ സർക്കാർ തയ്യാറല്ല എന്ന് മാത്രമല്ല, ആ പിതൃത്വം ജനങ്ങൾക്ക് മുമ്പാകെ ഇത് ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടിയോ ഈ മുന്നണിയെ നയിക്കുന്ന ഒരു പാർട്ടി നേതാക്കളോ തയ്യാറല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി നേതാക്കൾ പറയേണ്ടി വരും, ഈ ഗവൺമെന്റിന്റെ, ഈ ക്യാബിനറ്റിന്റെ അക്കൗണ്ടബിലിറ്റി ആരോടാണ്? ആർക്കാണ് അക്കൗണ്ടബിലിറ്റി? മുഖ്യമന്ത്രിക്കാണോ? അദ്ദേഹം മൗനം പാലിക്കുന്നു. റവന്യൂ മന്ത്രിക്കാണോ? അദ്ദേഹം മൗനം പാലിക്കുന്നു. അതുകൊണ്ടാണ് നികേഷ് ഞാൻ പറയുന്നത്, സുതാര്യത എന്ന് പറയുന്നത് ഫയൽ തുറന്നു കാണിക്കുക വഴി മാത്രമേ സാധ്യമുള്ളൂ. ഒരു അന്വേഷണം വേണം. ഭൂമിദാന കേസിന്റെ യുക്തി പരിശോധിച്ചാൽ ഒരു വിമുക്ത ഭടനെ 25 വർഷത്തെ ഇളവ് കൊടുക്കാൻ ശുപാർശ ചെയ്തതാണ് VS അച്യുതാനന്ദൻ ചെയ്ത കുറ്റം എന്നാണ് ഈ സർക്കാർ VS അച്യുതാനന്ദനെതിരെ രേഖപ്പെടുത്തിയ FIR-ൽ പറയുന്നത്. കേസ് ഞങ്ങളുടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലുണ്ട്. അതിൽ പറയുന്നത് അറ്റംപ്റ്റ് ചെയ്തു ഒരു കമ്മിറ്റി ഒരു ഒഫൻസ് നടത്താൻ, ഒരാൾക്ക് ഭൂമി വിൽക്കാനുള്ള അനുമതി നൽകാനുള്ള അറ്റംപ്റ്റ് ചെയ്തു. സെക്ഷൻ 511 ഓഫ് IPC നടത്തിയെന്നാണ് പറയുന്നത്.
അങ്ങനെ നോക്കിയാൽ റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ ഉത്തരവിൽ ഒപ്പിട്ട വിശ്വാസ് മേത്ത എന്ന് പറയുന്ന വകുപ്പ് സെക്രട്ടറിയും സെക്ഷൻ 511 അനുസരിച്ച് 5 വർഷം തടവ് കിട്ടാൻ യോഗ്യനാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു, ആരെങ്കിലും ഒരാൾ കോടതിയെ സമീപിച്ചാൽ തീർച്ചയായിട്ടും ഈ കേസിൽ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും മറുപടി പറയേണ്ടി വരും. ശ്രീ ജോസഫ് എം പുതുച്ചേരി, നേരത്തെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ CHR 2.25 ലക്ഷം ഏക്കർ സ്ഥലമുള്ളത്, അതാണ് വ്യാപകമായി കയ്യേറിയിട്ടുള്ളത്. ചില പേരുകൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാണിക്കുന്നു. വക്കച്ചൻ മറ്റത്തിൻ്റെയും കെ മാണിയുടെയും അവരുടെ മക്കള്, മരുമക്കള്, ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് നാളെ ഉണ്ടാവുകയാണ് എങ്കിൽ ഈ കെട്ടിടങ്ങൾ അങ്ങനെ തന്നെ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ പൊളിച്ചു കളയോ ഒക്കെ MPS അച്യുതാനന്ദൻ്റെ കാലത്താണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണോ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരുന്ന സമയത്ത് ധൃതിപ്പെട്ട് ആരും കാണാതെ ഇങ്ങനെയൊരു ഭേദഗതി ഉണ്ടായത്? ഞാൻ വീണ്ടും നികേഷിനോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് ദുരുപദിഷ്ടമായ പ്രസ്താവനയാണ്. ഇവിടെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന് ഈ ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയതാണ്. അവിടെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള നടപടി നടത്തിയതായി എനിക്കറിയില്ല. നിയമപരമായ നടപടി സ്വീകരിക്കണം. നികേഷിനാണ് പരാതിക്കാരനെങ്കിൽ കോടതിയിൽ പോയാൽ ഉറപ്പായി അനധികൃത കയ്യേറ്റക്കാരെതിരായി നടപടി ഉണ്ടാവും. ആ നടപടിക്ക് വേണ്ടി ശ്രമിക്കണം. ഒരു സൗജന്യവും ആവശ്യമില്ല. വെറുതെ KM മാണിയുടെ ബന്ധുക്കളുണ്ട്, പാലാക്കാരുണ്ട്. പാലാക്കാരെന്ന് പറഞ്ഞാൽ ഉടനെ KM മാണിയുടെ ബന്ധുക്കളാണ്. KM മാണിയെ എതിർക്കുന്നവരും KM മാണിക്കെതിരായി ശത്രുത നിലപാടുള്ളവരും പാലായിലുണ്ട്. ഇതൊക്കെ പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കേസിലും അത് തന്നെയാണ് ഉണ്ടായത്. റോയ് കെ പൗലോസ് ഇവിടെ വിശദീകരിച്ചല്ലോ. ഈ യോഗത്തിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 1 ഏക്കർ 4 ഏക്കറാക്കിയും മറ്റ് ഭേദഗതി വരുത്തി ഉത്തരവിറങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 3-ാം തീയതി രാജാക്കാട്ട് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പട്ടയം വിതരണം ചെയ്തു. കാരണം 4 ഏക്കർ എന്നുള്ളത് 2005 മുമ്പ് ഈ നിയമത്തിലും 4 ഏക്കറിനായിരുന്നു. 2005 ഭേദഗതി ചെയ്താണ് 1 ഏക്കർ എന്ന് വന്നത്. സ്പെഷ്യൽ റൂൾ അനുസരിച്ച് ഇടുക്കി ജില്ലയിൽ പട്ടയം കൊടുക്കുന്നത് ഇപ്പോഴും 4 ഏക്കറാണ്. സുപ്രീം കോടതിയുടെ വിധി അക്കാര്യത്തിലുണ്ടായി. ഹെറിഡിറ്ററി റൈറ്റിനോടൊപ്പം തന്നെ ഏലിയനബിൾ റൈറ്റും അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ റൂൾസിൽ ആ ഭേദഗതിയും വരുത്തി. ഇതൊക്കെ ഈ നാട്ടിൽ നടന്ന നിയമപരമായ കാര്യങ്ങളാണ്. സുപ്രീം കോടതി വരെയുള്ള ഉന്നതമായ നീതിന്യായ പീഠത്തിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നടന്ന കാര്യമാണ്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ മിനിറ്റ്സിൽ പറയുന്ന പെരിഞ്ചാക്കുട്ടി പദ്ധതി വൈസ് പ്രസിഡന്റ് ആണ്. വി.ഡി. സതീശൻ പറയുന്നു അവിശ്വസനീയം, വിചിത്രമെന്ന്. ഞെട്ടിപ്പോയി എന്ന് താങ്കളടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതിനകം തന്നെ അഭിപ്രായ പ്രകടനം. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ദുരൂഹത നിറഞ്ഞ ഒരു തീരുമാനമായി പോയി എന്ന് പറയുന്നു. നേരത്തെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ അത് പറയുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നാളെ കോടതിയിലേക്ക് പോയാൽ ആ ഫയൽ വിളിപ്പിക്കാൻ കഴിയുമെന്ന്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ സാധാരണഗതിയിൽ ഭൂനിയമങ്ങളും ഭേദഗതികളും ഒക്കെ ഉണ്ടാകുന്നത് ശ്രീ വി.ഡി. സതീശൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ ചർച്ചകൾക്ക് ശേഷമാണ്. അത് ജനതാൽപര്യങ്ങൾക്കനുസരിച്ചാണ്. ഇതല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. അത് പിടിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണല്ലോ എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം, ആരാണ് ഞങ്ങളുടെ ഉന്നം എന്നത് സംബന്ധിച്ച് മൗനം പാലിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇതെങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കണ്ടേ? അത് ശ്രീ റോയ് കെ പൗലോസ് ഇവിടെ വ്യക്തമാക്കിയല്ലോ. അദ്ദേഹം KPCC പ്രസിഡന്റ് സാന്നിധ്യത്തിൽ റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്നും അതുപോലെ ഈ കുടിയേറ്റ മേഖലയിൽ നിന്നും ഉയർന്നു വന്ന ഉപാധികളില്ലാതെ 4 ഏക്കർ സ്ഥലം കൊടുക്കണം എന്ന് പറയുന്ന അവിടെ ആവശ്യമനുസരിച്ച് പട്ടയം വിതരണം ചെയ്തമെങ്കിൽ ഈ ഒരു ഭേദഗതി ആവശ്യമാണ് എന്ന് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുടെ ഉപദേശം കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് എന്ന് മുഖ്യമന്ത്രിയോ റവന്യൂ മന്ത്രിയോ ഇതുവരെ ഇതിനകം സംസാരിച്ച ഒരു കോൺഗ്രസ് നേതാവോ അങ്ങനെ പറഞ്ഞിട്ടില്ല. താങ്കൾ ഇപ്പോ മനസ്സിൽ തോന്നിയതാണോ അത്? റോയ് കെ പൗലോസ് പറഞ്ഞില്ലേ? പോലോസ് പറഞ്ഞത് ഉദ്യോഗസ്ഥരുടെ ഉപദേശപ്രകാരം എന്നല്ല. റവന്യൂ മന്ത്രി എല്ലാവരോടും പറഞ്ഞ കൂട്ടത്തിൽ റോയ് കെ പൗലോസും അത് കേട്ടിട്ടുണ്ട്. റോയ് കെ പൗലോസ് ഇന്നലെയാണോ മിനിയാന്ന് രാവിലെ ടെലിവിഷൻ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ആദ്യം റോയ് കെ പൗലോസ് ചോദിക്കുന്നത് ഇതെന്താണ് സംഭവം എന്ന് ആദ്യം പറയൂ എന്നാണ്. റോയ് കെ പൗലോസ് ഇത് അറിഞ്ഞിട്ടേ ഇല്ല.
അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കുറച്ചുകൂടി കർഷകരെ സഹായിക്കാനാണെങ്കിൽ റോയ് കെ പൗലോസ് ഈ വാദം ഉന്നയിച്ച് തന്നെ വന്ന് കണ്ടിരുന്നു എന്ന് ശ്രീ അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ റോയ് കെ പൗലോസിനോട് സ്വാഭാവികമായും റവന്യൂ മന്ത്രിക്ക് പറയാമായിരുന്നില്ലേ നമ്മൾ ഇങ്ങനെ ഒരു ഭേദഗതി വരുത്തുന്നുണ്ട്, അങ്ങനെ ഒരു ഭേദഗതി വരുത്തുമ്പോൾ ഇങ്ങനെയുള്ള കർഷകരെ അത് സഹായിക്കുന്നു, അതൊന്നും പറഞ്ഞാൽ ഏക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുണ്ടാവില്ല, റോയ് കെ പൗലോസ് അത് കേട്ടിട്ടുണ്ടാവില്ല. നികേഷ്, ആ വിഷയം അണ്ടർ ക്ലോസ്ഡ് ചാപ്റ്റർ അല്ലേ? നിങ്ങൾക്ക് ഈ ഫയലിന്റെ ഒറിജിനേഷനെ കുറിച്ച്, ആ ഫയൽ നടന്ന വഴികളെ കുറിച്ചൊക്കെ ഇന്ന് വിവരാകാശ നിയമപ്രകാരം എടുത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് ഇടൂ. ഞങ്ങൾ നിങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇതിൽ നിഗൂഢമാകുന്ന എന്തെങ്കിലും വീണ്ടും മാധ്യമപ്രവർത്തകരോടും പൊതുപ്രവർത്തകരോടുമാണ് കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ ആവശ്യപ്പെടുന്നത്, ഇത് നിങ്ങൾ പുറത്തു കൊണ്ടുവരുമോ എന്ന്. അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കേണ്ടതുണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ആദ്യം അതിൻ്റെ ഒരു നന്ദി കുറിച്ചയാളെന്നുള്ളതല്ലേ. നികേഷ്, ഈ ആറന്മുള മുതലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ സർക്കാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ കോടതിയിൽ പോകൂ, നിങ്ങൾക്ക് ഇത് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകും എന്നാണ്. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് പണം ചെലവഴിച്ച് വീണ്ടും നാട്ടിലെ നിയമം നടത്താൻ കോടതിയിൽ പോകണമെന്ന് പറയുന്നതിന് നാണമുണ്ടോ എന്നാണ് മലയാളത്തിൽ ചോദിക്കാനുള്ളത്. എന്റെ പണം കൊണ്ട് നികേഷിനോട് ചോദിച്ചില്ലേ ഈ ചർച്ചയിൽ, നിങ്ങൾ രോഷം കൊള്ളുന്നുണ്ട്, നിങ്ങൾ വികാരം കൊള്ളുന്നുണ്ട്? അതെനിക്ക് കിലുക്കത്തിലെ ഡയലോഗ് ഓർമ്മ വന്നത്, ജഗതി പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയോ? നിങ്ങൾ തിന്നു മുടിച്ചത് എന്റെ കാശ്, നീയും തമ്പുരാട്ടിയും കൂടി ചെലവഴിച്ചത് എന്റെ പണം, എന്നിട്ട് എനിക്ക് രോഷം കൊള്ളാനും അവകാശമില്ലെന്നാ കിലുക്കത്തിൽ ജഗതി ചോദിച്ചത്. എനിക്ക് ചോദിക്കാനുള്ളത് സാധാരണക്കാരന്റെ ഭാഗത്ത് നിന്ന്, ഞങ്ങളുടെ കാശിന് തിന്നുമുടിച്ച് കാറിൽ നടന്ന് സർവ്വ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ഈ നാട്ടിലെ കയ്യേറ്റക്കാർക്ക് വിടുപണി ചെയ്യുന്ന ഒരു ഗവൺമെന്റ് പിന്നെയും എന്നെ പോലുള്ള പൊതുപ്രവർത്തകരോട് പറയാണ്. നികേഷ്, ഒരു കാര്യം ഈ റിപ്പോർട്ടർ ചാനലിൽ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അറിയണം, എല്ലാ മാസവും 30-ാം തീയതി ഞാൻ ഉറങ്ങാതിരിക്കും രാത്രി ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത്. എന്തിനാണെന്നറിയോ? ആ മാസം ഇറങ്ങി എല്ലാ റവന്യൂ വകുപ്പിന്റെ ഉത്തരവും വനം വകുപ്പിന്റെ ഉത്തരവും പരിശോധിക്കാൻ. കാരണം കണ്ണിൽ എണ്ണ വെച്ച് നോക്കിയിരുന്നില്ലെങ്കിൽ ഈ സർക്കാർ സെക്രട്ടേറിയറ്റ് വരെ വീക്കും. ഇത് ഞാനും റിപ്പോർട്ടർ ചാനലിലെ ഒരു എറണാകുളത്തെ റിപ്പോർട്ടർ ശ്രീ വിജയകുമാറും 3-4 മാസക്കാലം ചെയ്തുകൊണ്ടാണ് നെല്ലിയാമ്പതിയിലെ കേസുകൾ പുറത്തു വന്നത്. ഇത്തരത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഉറക്കമൊഴിഞ്ഞിരിക്കുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓരോ സാധനങ്ങൾ പുറത്തു വരുന്നത്. ഞങ്ങളോട് വീണ്ടും കോടതിയിൽ പോയി കേസ് നടത്താൻ പറയാ, കുടുംബം വിറ്റായാലും നടത്തും. ഇതിനകത്ത് ഉമ്മൻചാണ്ടിയെ മര്യാദ പഠിപ്പിക്കും, കോടതിയിൽ തെളിവുകൾ രേഖപ്പെടുത്തും, യാതൊരു സംശയമില്ല. പക്ഷേ നാണമുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ രാജിവെച്ച് പുറത്തു പോകണം. കാരണം ഞങ്ങളുടെ ടാക്സ് പണം കൈപ്പറ്റി കമ്പ്യൂട്ടറും സെറ്റപ്പുമായിട്ടിരിക്കുന്ന സർക്കാർ ഇത് പുറത്തുവിടാൻ സുതാര്യത കാണിക്കുന്നില്ല എങ്കിൽ ഇതിന് മറുപടി പറയിക്കും നികേഷ്, യാതൊരു സംശയമില്ല. മറുപടി വളരെ ചുരുക്കി. ഈ ഗവൺമെന്റ് ചെയ്ത തെറ്റാണ് എന്ന് ജനങ്ങൾ കണ്ടതുകൊണ്ടാണല്ലോ അരുവിക്കരയിൽ എല്ലാവരും കൂടിയിട്ടും UDF ജയിക്കാൻ കഴിഞ്ഞത്. UDF വളരെ മുന്നോട്ട് വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട്. അതുകൊണ്ട് ശ്രീ ഹരീഷ് വാസുദേവനോ മറ്റാരെങ്കിലും പറയുന്ന കാര്യങ്ങളുടെ അതിന് നിജസ്ഥിതി, അവർ പറയുന്നത് തെറ്റില്ല, നിജസ്ഥിതി ജനങ്ങൾക്കറിയാം. ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്, ജനങ്ങൾക്ക് ബോധ്യമാണ്. കുറെ ഒപ്പീനിയൻ മേക്കേഴ്സിന് ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അത് മാത്രമേ ഉള്ളൂ. വളരെ നന്ദി ശ്രീ അജയ് തറയിൽ. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ശ്രീ സി ദിവാകരൻ, റോയ് കെ പൗലോസ്, ജോസഫ് എം പുതുശ്ശേരി ഈ ചർച്ചയിൽ ഇടപെട്ടതിന് 8 പങ്കെടുത്തത്.